ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. രേഖാചിത്രം കുറെ നാളായി കണ്ടിട്ട് 10-20 ദിവസമായില്ലേ പടം ഇറങ്ങിയിട്ട്. എന്നിട്ടാണ് നീ റിവ്യൂ ഇടുന്നത്? അതെ, എന്നിട്ടാണ് റിവ്യൂ ഇടുന്നത്. രേഖാചിത്രത്തിനെ കുറിച്ചിട്ട് എന്താണ് എന്റെ അഭിപ്രായം എന്നതാണ് പറയുന്നത്. രേഖാചിത്രം ഒരു ക്ലാസിക് പടമാണ്. ക്ലാസിക് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്രിപ്റ്റിനകത്ത് ഭയങ്കര അടിപൊളിയായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പിന്നെ മേക്കിങ്ങും സെറ്റാണ്, സെറ്റ്. ഇഷ്ടപ്പെടാത്തവരുണ്ടാവണ്ട, ഞാൻ എന്റെ അഭിപ്രായമാണ് പറയണത്. എന്റെ അഭിപ്രായം കാരണം ആസിഫ് അലിയുടെ കൂമൻ സിനിമ ഉണ്ടല്ലോ, അത് കണ്ടതിന് ശേഷം നമ്മള് ആസിഫ് അലിയുടെ ആ റേഞ്ച് എപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കൂമൻ, ലെവൽ ക്രോസ്, അതൊക്കെ മുത്തല്ല ആസിഫ് അലി ഇതിനകത്തും ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കളി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടല്ലോ, നമ്മുടെ ഒരു ഹീറോ ഓറിയന്റഡ് അല്ലെങ്കിൽ ഹീറോയിൻ ഓറിയന്റഡ് സിനിമയാണെങ്കിൽ അതില് എല്ലാ തരത്തിലുള്ള ബുദ്ധികളും ഇൻപുട്സും എല്ലാതും കൊണ്ടുവരുന്നത് നമ്മുടെ ഹീറോ ആയിരിക്കും. എല്ലാ ഐഡിയാസും പറയുന്നതും എല്ലാ ടേണിംഗ് പോയിന്റ്സ് കണ്ടുപിടിക്കുന്നതും എല്ലാം ഹീറോ ആണ്. പക്ഷെ ഇതിനകത്തൊരു വ്യത്യാസമുണ്ട്. അവർ പ്ലേസ് ചെയ്തിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാവർക്കും ഒരു കഥ പറയാനുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും അവരുടേതായ ദൗത്യം ഈ സിനിമയിലെ കർമ്മം നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളാണ് ഹീറോ. എന്നിരുന്നാലും നമ്മളായിട്ട് ചുറ്റിപ്പെട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ലൈഫിലെ പല ഇൻസിഡൻസ് നടക്കുമ്പോഴും പല കാര്യങ്ങളും നടക്കുമ്പോഴും. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ പ്ലേസിങ് ഇല്ല. ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായ കർമ്മം അല്ലെങ്കിൽ ദൗത്യം ആ സിനിമയിലുണ്ട്. അത് അവർ ഭംഗിയായിട്ട് ചെയ്യുന്നു. അതെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടൊരു സിനിമയാവും. അതാണ് ഈ സിനിമയുടെ ഒരു വിജയം. അതിനു വേണ്ടിയിട്ട് സ്ക്രിപ്റ്റിനകത്ത് പണിയെടുത്തിട്ടുണ്ട് നല്ലപോലെ. മേക്കിംഗ് ഒക്കെ അത്ര ഗംഭീര മേക്കിംഗ് ഒന്നും പറയാനില്ല, പക്ഷെ നമ്മളെ ബോറടിപ്പിക്കാത്തുള്ള രീതിയിലുള്ള ആംഗിളിലും ഫ്രെയിംസ് ഒക്കെ വെച്ച് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിവേ, ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചാണ് ഈ പടം. ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചാണ് രേഖാചിത്രം. അതെല്ലാവരും പോയി കാണണം കേട്ടോ രേഖാചിത്രം. എനിക്ക് എന്നെ ഒരുപാട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് രേഖാചിത്രം. അപ്പൊ നിങ്ങൾ ഈ രേഖാചിത്രമൊക്കെ കണ്ടവരുണ്ടെങ്കിൽ, ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ അടുത്ത സെറ്റപ്പിൽ കാണാം കേട്ടോ. ബൈ ബൈ.